മാത്യു കുഴൽനാടൻ MLA ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മാത്യു കുഴൽനാടൻ, അങ്ങുൾപ്പെടെയുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ പലവട്ടം ആവർത്തിച്ചാണ് വെച്ചാൽ എന്ത് സേവനമാണ് CMRL വേണ്ടി എക്സാലോജിക് ചെയ്തു കൊടുത്തത്. അപ്പോൾ പല വാദമുഖങ്ങൾ പല സംഗതികൾ, പല ന്യായങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു CPM. പക്ഷെ അതൊക്കെ ശശിധരൻ കർത്ത തള്ളിക്കളയുകയാണ്. പിണറായി വിജയന്റെ മകൾ എന്ന നിലക്ക് മാത്രമാണ് പണം കൊടുത്തത്, അദ്ദേഹവുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ. എങ്ങനെയാണ് ഈ മൊഴിയെ, ഇങ്ങനെ ഒരു വഴിത്തിരിവിനെ കാണുന്നത്? തീർച്ചയായിട്ടും എനിക്ക് വ്യക്തിപരമായും ഏറെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. കാരണം നിങ്ങൾ പറഞ്ഞ പോലെ കേരളം ദീർഘകാലം ചർച്ച ചെയ്തൊരു വിഷയം, ആദ്യം മുതലേ ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യം. ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ എന്നെ വേട്ടയാടുകയും എന്നെ ആക്ഷേപിക്കുകയും നിയമസഭയിലടക്കം പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതാക്കന്മാരും മറുപടി പറയേണ്ട ദിവസമാണ് ഇന്ന്. സാക്ഷാൽ ഹൗസ് മൗത്ത് എന്ന് പറയുന്നത് പോലെ സാക്ഷാൽ ശശിധരൻ കർത്ത തന്നെ ഈ ഒരു സേവനവും നൽകാതെ പിണറായി വിജയന്റെ മകൾ എന്ന നിലയിൽ മാത്രം നൽകിയ പണമാണ് എന്നുള്ള മൊഴി വന്ന നിലയ്ക്ക് ഇത് പച്ചയായ അഴിമതിയാണ്. ഈ അഴിമതി പണമാണ് പിണറായി വിജയന് വേണ്ടി വീണ വിജയൻ കൈപ്പറ്റിയത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. മൾട്ടിപ്പിൾ ഏജൻസീസ് നടത്തിയ അന്വേഷണത്തിൽ ഒരേ കാര്യം ഒന്നുപോലെ പുറത്തു വരുമ്പോൾ പിന്നെ അത് സത്യമല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നുവെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്താൻ ഒരു അവസരം തമ്പുരാൻ തന്നതിലുള്ള നന്ദിയാണ് ഈ സ്ഥലത്ത് ഞാൻ പറയുന്നത്. കാരണം ജനങ്ങളുടെ മുമ്പിൽ എന്നെ മോശക്കാരനാക്കാനും ഞാൻ പറയുന്ന കള്ളമാണെന്ന് വരുത്തി തീർക്കാനും CPM പാർട്ടി അതിന്റെ സർവ്വസന്നാഹവും സാധ്യത ഉപയോഗിച്ച് പ്രചരണം നടത്തിയതാണ്. ഇന്നത്തെ ദിവസം കേരളത്തിലെ ജനങ്ങൾ ഒരിക്കൽ കൂടി ഇതിന്റെ സത്യം അറിയുന്നു എന്നതിൽ സന്തോഷം. അതങ്ങനെ ശശിധരൻ കർത്ത എന്ന് വെച്ചാൽ പിണറായി വിജയനുമായുള്ള അടുപ്പത്തിന്റെ പുറത്താണ് ഈ പണം നൽകിയെന്ന് പറയുമ്പോൾ എന്തായിരുന്നു അടുപ്പം, ആ സൗഹൃദത്തിന്റെ ആഴം, അതിന്റെ ഒരു സ്വഭാവം, ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? അങ്ങനെ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യത്തിലേക്ക് കോൺഗ്രസ് കടക്കുമോ? അതിന് പക്ഷേ ഇഡിക്ക് അതിന് വകുപ്പുണ്ടോ? എങ്ങനെയാണ് അതിന്റെ ഒരു സാങ്കേതികത? ഞാനിത് ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ വിഷയത്തിൽ മറ്റന്വേഷണങ്ങൾ, കമ്പനിയുടെ നിയമം ലംഘിച്ചത് അല്ലെങ്കിൽ മറ്റ് വിദേശ വിനിമയ നിയമം ലംഘിച്ചത് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ഒഫൻസസ് EDയുടെ കീഴിലുള്ള റിലേറ്റഡ് ഒഫൻസസ് നടന്നു, ഇതൊക്കെ അന്വേഷിച്ചാലും ഒരിക്കലും ഇതിന്റെ യഥാർത്ഥ പ്രതിസ്ഥാനത്ത് വരേണ്ട പിണറായി വിജയനിലേക്ക് എത്തത്തില്ല. പിണറായി വിജയനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരം either vigilance or CBI need to enquire this matter. ഞാൻ ആദ്യം മുതലേ പറയുന്ന അതാണ്. അത് അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇല്ലീഗൽ എൻറിച്ച്മെന്റ് എന്ന് പറയും, അതായത് നിയമവിരുദ്ധമായ എൻറിച്ച്മെന്റ് എന്നുകൊണ്ട് സ്വന്തം സമ്പാദ്യം വർദ്ധിപ്പിക്കുന്ന പ്രക്രിയ പിണറായി വിജയൻ ചെയ്തതായി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് പ്രൂവൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ചൊല്ലി ലീഗൽ പ്രോസസ്സിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അഴിമതി നിരോധന നിയമപ്രകാരം എന്ന് കേസെടുക്കുന്നു അപ്പോൾ പ്രതിസ്ഥാനത്ത് പിണറായി വിജയൻ വരും. അതാണ് ഞാൻ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത്. പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് വരുന്ന നാളുകൾ വിദൂരമല്ലായിരുന്നു. പക്ഷെ അതിന് either വിജിലൻസ് ഓർ CBI കേസ് അന്വേഷിച്ചേ പറ്റത്തുള്ളൂ. താങ്ക് യു മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചത്.